ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് തിയറി ഓഫ് എറേഴ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോബബിൾ എറർ. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റൽ എറർ തന്നെയാണ്. നമ്മൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ? മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണെന്ന് പറഞ്ഞു, അത് കണ്ടുപിടിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് പറഞ്ഞു. ഈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, നമ്മൾ ഓരോ ഒബ്സർവേഷൻസ് കൺസിഡർ ചെയ്തു, അവിടെ അതിന്റെ റെസിജ്വൽ എറേഴ്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ടാണ് പ്രോബബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഈ പ്രോബബിൾ വാല്യൂമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എററാണ് പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മളൊരു ട്രൂ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ട്രൂ വാല്യൂ അറിയത്തില്ല അല്ലെ, ആ ഒരു കേസസിലാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന എററിനെയാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എറർ ഉണ്ടാകാനുള്ളൊരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കേസസിലും ഈ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അപ്പൊ പ്രധാനമായിട്ട് 3 കേസസ് ആണ് വരുന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയിറ്റ്, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് അൺഈക്വൽ വെയിറ്റ്, ആൻഡ് തേർഡ് വൺ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇതിൽ ഓരോന്നിലും സബ് കേസസും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കേസ് 1, ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ഈക്വൽ വെയിറ്റ് ഓൺ എ സിംഗിൾ അൺനോൺ ക്വാണ്ടിറ്റി. ഓക്കെ, ഈക്വൽ വെയിറ്റ് അതായത് സെയിം വെയിറ്റ് വരുന്ന ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സിംഗിൾ അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ സൈഡ്, ഓക്കെ, അതാണ് അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ മെഷർ ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് കയ്യിലുണ്ട് അല്ലെ, ആ ഒബ്സർവേഷൻസ് എല്ലാം ഈക്വൽ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കേസ് 1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടുത്തെ പ്രോബബിൾ എറർ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ്, ഇങ്ങനെയുള്ള ഈക്വൽ വെയിറ്റ് കണ്ടീഷൻസ് ആണെങ്കിൽ, ഈക്വൽ വെയിറ്റ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ അവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ ആ ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീൻ തന്നെ ആയിരിക്കും അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് അത് തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അപ്പൊ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അവിടെ നിന്ന് എന്തായിരിക്കും, റെസിജ്വൽ എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഓരോ ഒബ്സർവേഷനും മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കൺസിഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും, റെസിജ്വൽ എറേഴ്സ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് കേസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിൾ എറർ റെപ്രസെന്റ് ചെയ്യുന്നത് PE, പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ES എന്നാണ്, ക്യാപിറ്റൽ ES. ഓക്കെ, ES is equal to ±0.6745 റൂട്ട് സിഗ്മ V സ്ക്വയർ ഡിവൈഡ് ബൈ n-1. ഓക്കെ, ഇപ്പൊ ഇക്വേഷൻ മാത്രം നമ്മൾ നോട്ട് ചെയ്താണ്. ഓക്കെ, സിഗ്മ V സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, V1 V2 V3 എന്ന് പറയുന്നത് റെസിജ്വൽ എറേഴ്സ് ആണ്. റെസിജ്വൽ എറേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ. ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, V എന്ന് പറയുന്നത് റെസിജ്വൽ എറർ. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ് അതിന്റെ പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ് എ എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് W. ഓക്കെ, അപ്പോൾ വെയിറ്റ് W ആണ്. ഓക്കെ, പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് W. വെയിറ്റ് വരികയാണ്, അവിടെ യൂണിറ്റ് വെയിറ്റ് അല്ല, വെയിറ്റ് വന്നിട്ടുണ്ട് W. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്നത് എന്താണ്, പ്രോബബിൾ എറർ ഡിവൈഡഡ് ബൈ റൂട്ട് W ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ പ്രോബബിൾ എറർ കിട്ടുന്നത്. ഓക്കെ, അതായത് പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് W കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ദാറ്റ് വെയിറ്റ്. ഓക്കെ, അപ്പൊ ES ഡിവൈഡഡ് ബൈ റൂട്ട് W ആണ് ഒരു വെയിറ്റ് W വരുന്ന സിംഗിൾ ഒബ്സർവേഷന്റെ പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് C, പ്രോബബിൾ എറർ ഓഫ് ദ അരിത്തമെറ്റിക് മീൻ EM is equal to ±0.6745 root sigma V square divided by n into n-1, which is equal to ES by root n. ഓക്കെ, അപ്പൊ അതിൽ n നമുക്കറിയാം എന്താണെന്ന് അറിയാം. ഓക്കെ, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, സിഗ്മ V സ്ക്വയർ, ബാക്കി ടേംസ് എല്ലാം അറിയാം. അപ്പൊ തേർഡ് വൺ പറയുന്നത് ഒരു അരിത്തമെറ്റിക് മീനിന്റെ പ്രോബബിൾ എറർ എത്രയാണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തരും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ വെയിറ്റ് ഉള്ള ഒബ്സർവേഷൻസ് ആണ് തരുന്നതെങ്കിൽ അങ്ങനെ ഒബ്സർവേഷൻ തന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കുകയാണ്. പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കുക, സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് W കണ്ടുപിടിക്കുക, പ്രോബബിൾ എറർ ഓഫ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഇടുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ആൻസർ വരും. ഇങ്ങനെയാണ് ഈ ഒരു സെക്ഷനിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേസ് 2, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് അൺഈക്വൽ വെയിറ്റ്സ് ഓൺ എ സിംഗിൾ ക്വാണ്ടിറ്റി. ഓക്കെ, തൊട്ടു മുന്നേ പറഞ്ഞത് ഈക്വൽ വെയിറ്റ്സ് ആയിരുന്നു, ഇവിടെ അൺഈക്വൽ വെയിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് V1, V2, V3 എന്ന് പറയുന്ന ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് എല്ലാം ഉണ്ട്. അതിന് ഓരോന്നിനും ഡിഫറെന്റ് വെയിറ്റ്സും ഉണ്ട്. W1, W2, W3 എന്ന് പറയുന്ന വെയിറ്റ്സും കാണും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിജ്വൽ എറേഴ്സ് കണ്ടുപിടിക്കണം അല്ലെ. ഈ അൺഈക്വൽ വെയിറ്റ്സ് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ അരിത്തമെറ്റിക് മീൻ അല്ല അല്ലെ. അവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് വെയിറ്റഡ് അരിത്തമെറ്റിക് മീൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. അൺഈക്വൽ വെയിറ്റ്സ് വരുമ്പോൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റഡ് അരിത്തമെറ്റിക് മീൻ ആയിരിക്കും, റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ N അല്ലെ. നമ്മൾ ഓൾറെഡി ഒന്ന് നോക്കിയതാണ് മെത്തേഡ്സിൽ പറഞ്ഞപ്പോൾ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സിൽ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വെയിറ്റഡ് അരിത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഓരോ ഒബ്സർവേഷൻസും V1, V2, V3 കൺസിഡർ ചെയ്യുന്നു. അതായത് V1 മൈനസ് N, V2 മൈനസ് N, V3 മൈനസ് N, അങ്ങനെ ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയ വെയിറ്റഡ് അരിത്തമെറ്റിക് മീൻ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റെസിജ്വൽ എറർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റെസിജ്വൽ എറേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, W നമുക്കറിയാം, ഓരോ ഒബ്സർവേഷന്റെയും വെയിറ്റ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ, പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ES is equal to plus or minus 0.6745 root sigma WV square the whole divided by N minus 1. ഓക്കെ, തൊട്ട് മുന്നത്തെ കേസ് പറഞ്ഞപ്പോൾ ഉണ്ടായ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അവിടെ സിഗ്മ V സ്ക്വയർ ആയിരുന്നു, ഇവിടെ സിഗ്മ WV സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, ആ വെയിറ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് കേസ് ബിയിൽ എന്താണ് വരുന്നത്, പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് W. ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെയും ആ ഇക്വേഷനിൽ എന്താണ് ES എന്ന് പറയുന്ന ഇക്വേഷനിൽ വരുന്നത് എന്താണ്, ES ഡിവൈഡ് ബൈ റൂട്ട് W ആണ്. അത് തന്നെയാണ് തൊട്ട് മുന്നേയും വന്നത്. ഓക്കെ, ES മാറുമ്പോൾ ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് W എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ റൂട്ട് വെയിറ്റ്. ഓക്കെ, ES നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, പ്ലസ് ഓർ മൈനസ് 0.6745 റൂട്ട് സിഗ്മ WV സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ WN മൈനസ് 1. ഓക്കെ, W കൂടി വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബി, പ്രോബബിൾ എറർ ഓഫ് വെയിറ്റഡ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെയിറ്റഡ് അരിത്തമെറ്റിക് മീനിന്റെ പ്രോബബിൾ എറർ എത്രയാണ്. ഓക്കെ, അപ്പൊ തൊട്ട് മുന്നത്തെ കേസ് നമ്മൾ അരിത്തമെറ്റിക് മീനിന്റെ പ്രോബബിൾ എറർ ആണ് പറഞ്ഞത്, ഇവിടെ വെയിറ്റഡ് അരിത്തമെറ്റിക് മീനിന്റെ പ്രോബബിൾ എറർ ആണ് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 0.6745 റൂട്ട് സിഗ്മ WV സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ W ഇൻറ്റു N മൈനസ് 1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യുക, ഓരോ ടേംസും ഓരോ കേസ് ബൈ കേസ് ആയിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കേസ് 3, പ്രോബബിൾ എറർ ഓഫ് കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓക്കെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി ഉണ്ട്, ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് കാണും, ആ ഇക്വേഷനിൽ ആ ഒബ്സർവ്ഡ് വാല്യൂസ് ഒക്കെ ഇട്ട് അങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കേസിലും നമ്മൾ ഓരോരോ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിലും എങ്ങനെയാണ് പ്രോബബിൾ എറർ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, if a computed quantity is equal to sum or difference of the observed quantity plus or minus a constant, the probable error of the computed quantity is the same as that of the observed quantity. അതായത് ഒരു കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്
ഒരു ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയും ഒരു കോൺസ്റ്റന്റ് തമ്മിൽ ആഡ് ചെയ്യുന്നതോ മൈനസ് ചെയ്യുന്നതോ ആണെങ്കിൽ, ഓക്കെ, അവിടുത്തെ ആ കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റീന്റെ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ ആ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയുടെ പ്രോബബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ അടുത്ത ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. ഓക്കെ, ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി. എക്സ് എന്ന് പറയുന്നതാണ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി ബൈ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി. ഓക്കെ, കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? ഈ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി കിട്ടിയത് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയും ഒരു കോൺസ്റ്റന്റും തമ്മിൽ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്തപ്പോഴാണ്. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് കെ. അങ്ങനെയാണ് നമുക്ക് ആ y കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈയുടെ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ അതിനാണ് ഈ വൈ എന്ന് പറയുന്നത്. ഓക്കെ, വൈയുടെ പ്രോബബിൾ എറർ എന്ന് പറയുന്നത് എക്സിന്റെ പ്രോബബിൾ എറർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇ എക്സ്. ഓക്കെ, അത് ഇ വൈ ഈസ് ഈക്വൽ ടു ഇ എക്സ് ആയിരിക്കും. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് കെ. അങ്ങനത്തെ ഒരു കേസാണ് വരുന്നതെങ്കിൽ വൈയുടെ എക്സിന്റെ പ്രോബബിൾ എറർ തന്നെയായിരിക്കും വൈയുടെ പ്രോബബിൾ എറർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇഫ് എ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ആൻ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി multiplied by a constant, the probable error of computed quantity is equal to the probable error of observed quantity multiplied by the constant. ഓക്കെ, ഇവിടെ പറയുന്നത് തൊട്ടു മുന്നേ പറഞ്ഞ എന്താണ്? അഡിഷൻ ഓഫ് സബ്ട്രാക്ഷൻ. ഇവിടെ വരുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലേ? അതായത് നമുക്കൊരു കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി ഉണ്ട്, y എന്ന് പറയുന്ന കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി. അത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? എക്സ് എന്ന് പറയുന്ന ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയോട് കൂടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. ഓക്കെ, y ഈസ് ഈക്വൽ ടു കെ എക്സ്. അതാണ് പറഞ്ഞേക്കുന്നത്. കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റി y ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ വൈയുടെ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്രോബബിൾ എററിനോട് കൂടി ആ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഇ വൈ ഈസ് ഈക്വൽ ടു പ്രോബബിൾ എറർ ഓഫ് വൈ, ഇ വൈ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ എക്സ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇഫ് എ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ടു ഓർ മോർ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ്, the probable error of the computed quantity is equal to the square root of sum of the square of probable errors of observed quantities. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോ പോയിന്റ്സും ഇങ്ങനെ കാണാതെ പഠിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ മാത്രം നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ നമ്മുടേതായ സെന്റൻസിൽ നമുക്കത് എഴുതാം. ഓക്കെ, അതെന്താ പറയുന്നത്? മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ഒരു കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റി ഉണ്ട്, y എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അത് കിട്ടിയത് ടു ഓർ മോർ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തപ്പോഴാണ്, അല്ലേ? അപ്പോൾ അതാണ് x1 x2 x3 എക്സെട്ര എന്ന് പറയുന്ന കുറച്ച് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് y എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റി കിട്ടുന്നത്. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റി വൈയുടെ പ്രോബബിൾ എറർ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അതാണ് പറയുന്നത് ഇ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? റൂട്ടിനകത്ത് എന്താണ് വരുന്നത്? ഓരോ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും പ്രോബബിൾ എറേഴ്സിന്റെ സ്ക്വയേഴ്സ്. ഓക്കെ, x1 x2 x3 എന്ന് പറയുന്ന ഓരോ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും പ്രോബബിൾ എറർ, ദാറ്റ് മീൻസ് ex1 ex2 ex3 അങ്ങനെ ഓരോ പ്രോബബിൾ എറേഴ്സിന്റെയും സ്ക്വയേഴ്സിന്റെ സം. ഓക്കെ, സ്ക്വയേഴ്സിന്റെ സം കണ്ടുപിടിക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റിയുടെ പ്രോബബിൾ എറർ കിട്ടും. ഓക്കെ, അതാണ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ex1 സ്ക്വയർ പ്ലസ് ex2 സ്ക്വയർ പ്ലസ് ex3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് വൺ, ഇഫ് എ കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൻ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി, its probable error is obtained by multiplying the probable error of the observed quantity with its differentiation with respect to that quantity. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി കിട്ടുന്നത് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു, അല്ലേ? വൈ എന്ന് പറയുന്ന കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റി വൈ എങ്ങനെയാണ് കിട്ടുന്നത്? ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് x, y ഈസ് ഈക്വൽ ടു f of x.
ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ y എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റിയുടെ പ്രോബബിൾ എറർ, ദാറ്റ് മീൻസ് EY ഈസ് ഈക്വൽ ടു dy ബൈ dx ഇൻറ്റു EX. ഓക്കെ, ആ dy ബൈ dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസിയേഷൻ ഓഫ് ക്വാണ്ടിറ്റി, നമ്മുടെ കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസിയേഷൻ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് എക്സ്. dy ബൈ dx എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ, അതായത് ആ ഡെറിവേറ്റീവ് dy ബൈ dx എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റിയുടെ പ്രോബബിൾ എററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടിന്റെയും പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, dy ബൈ dx ഇൻറ്റു EX ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? EY കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, if a computer quantity is a function of two or more observed quantities, its probable error is equal to the square root of summation of the squares of the probable error of the observed quantity multiplied by its differentiation with respect to that quantity. ഓക്കെ, ഇതിൽ എന്താണ് പറയുന്നത്? തൊട്ട് പിന്നെ നമ്മൾ പറഞ്ഞൊരു ഫംഗ്ഷന്റെ കേസ് പറഞ്ഞു അല്ലേ, പക്ഷെ ഇതിൽ വരുന്നത് ഒരു സിംഗിൾ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, ടു ഓർ മോർ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റി വരുന്നത് എ ഫംഗ്ഷൻ ഓഫ് ടു ഓർ മോർ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ ക്വാണ്ടിറ്റിയുടെ പ്രോബബിൾ എറർ എങ്ങനെ കണ്ടുപിടിക്കാം? സോ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x1, x2, x3, എക്സെട്ര. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ y-യുടെ പ്രോബബിൾ എറർ എത്രയാണ്? ദാറ്റ് മീൻസ് EY is equal to root of EX1 dy by dx1 the whole square plus EX2 dy by dx2 the whole square. ഓക്കെ, അങ്ങനെ ഓരോ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും പ്രോബബിൾ എറർ ആൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഈ രണ്ടും കണ്ടുപിടിക്കുന്നു, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. ഓക്കെ, ആ പ്രോഡക്റ്റിന്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഓരോ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസും x1, x2, x3 എന്ന് പറയുന്ന ഓരോന്നിന്റെയും പ്രോബബിൾ എററിന്റെ കൂടെ അതിന്റെ തന്നെ എന്താണ് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക, dy ബൈ dx1 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ പ്രോഡക്റ്റിന്റെ സ്ക്വയർ എടുക്കുന്നു. അങ്ങനെ ഓരോ പ്രോഡക്റ്റും കണ്ടുപിടിച്ചിട്ട് ഓരോ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു, അതിന്റെ ഓരോന്നിന്റെയും സ്ക്വയേഴ്സ് എടുത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യും. ഓക്കെ, അതിന്റെ റൂട്ടായിരിക്കും, അതിന്റെ ആ സമ്മേഷന്റെ റൂട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടഡ് ക്വാണ്ടിറ്റിയുടെ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുന്നതാണ് എളുപ്പം. അപ്പൊ ഓരോ കേസസിലും അവിടെ വന്ന ഇക്വേഷൻസ് ഓർത്തിരിക്കും. ഓക്കെ, എന്നിട്ട് ആ ഒരു സെന്റൻസ് എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അല്ലാതെ കാണാതെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലെ. ഇപ്പൊ ഇറ്റ്സ് പ്രോബബിൾ എറർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് summation of the squares of the probable error of the observed quantity multiplied by its differentiation with respect to that quantity. ഓക്കെ, അപ്പോൾ ഇത് കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, അതിന്റെ ബേസിൽ ആ പോയിന്റ് എഴുതുക. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചോദിക്കാം. കമ്പ്യൂട്ടേഷൻ ക്വാണ്ടിറ്റീസിന്റെ പ്രോബബിൾ എറേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റ്സ് എഴുതുക, ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോബബിൾ എറേഴ്സ് ആണ്. 3 കേസാണ് വരുന്നത്. 3 കേസിലെയും സബ് കേസ് നോക്കുക, ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.